എപ്പിസോഡില് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തുടക്കത്തിലെ PR വിഷയം എടുത്തിട്ടു. ഈ PR വിഷയത്തില് അനുമോളുടെ ആ ഒരു 16 ലക്ഷത്തിന്റെ കണക്ക് വന്നു. അത് പിന്നെ ഓരോരുത്തരത്തിലുള്ള ചോദ്യമായി മാറി. അനുമോളെ ഒന്ന് നിർത്തി ഒന്ന് ആക്കുന്ന തരത്തിലൊക്കെ ലാലേട്ടന്റെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബിന്നി അതിനുള്ള ഉത്തരം കൊടുത്തു ഈ അനുമോളുടെ PR കുറിച്ച്. പിന്നെ അത് ഷാനവാസിനോടുള്ള ഒരു ഇതായി, അതായത് ഷാനവാസ് അത് തുറന്നു പറഞ്ഞു എന്നുള്ള തരത്തിലായി. പിന്നെ ഷാനവാസിനോട് ചോദ്യമായി ലാലേട്ടന്റെ. അത് കഴിഞ്ഞിട്ട് അനീഷിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് ഈ PR വിഷയത്തിന്റെ ആ ഒരു അർത്ഥം എന്താണ് എന്നുള്ളത് അനീഷിന് അറിയത്തില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതില് PR വിഷയം നമ്മൾ പ്രോമോയിൽ കണ്ട മാതിരി ഉള്ള വലിയ സംഭവമൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് വന്നപ്പോഴത്തേക്കും അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ഈ 3 ദിവസത്തെ കാര്യം, 3 ദിവസം മുമ്പാണ് വിളിച്ചതെന്ന് അനീഷ് പറഞ്ഞു. അത് 12 ദിവസം കണ്ട അല്ലേ അനീഷ് എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോമോയിൽ കണ്ടവണ്ണം ഉള്ള ഒരു സംഭവ വികാസമൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് നടന്ന ഒരു വിഷയമാണ്. അതായത് ലാലേട്ടൻ പിന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അനീഷ് പറഞ്ഞ ഒരു കാര്യം, അതായത് അവിടെ കോമണേഴ്സിനെ കയറ്റുന്നില്ല, ഫുള്ള് ഈ ആക്ടേഴ്സ് അങ്ങനെയുള്ളവരാണ് കൂടുതൽ കയറ്റുന്നത് എന്നുള്ളത്. അപ്പൊ ലാലേട്ടൻ എടുത്തു പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അനീഷ്, അത് വെറും തോന്നലാണ്, നമ്മൾ എല്ലാവരെയും ആ ഒരു തരത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അനീഷിന്റെ അടുത്ത് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഷാനവാസ് കയറി ഒന്ന് ചൊറിയാൻ നോക്കി. കാരണം കിട്ടുന്ന അവസരത്തിലൊക്കെ അനീഷിനെ ചൊറിയുന്ന ഒരു പരിപാടി ഷാനവാസിനുണ്ട്. പക്ഷെ ഇവിടെ കയറി ഒന്ന് ചൊറിയാൻ നോക്കി. പക്ഷെ ലാലേട്ടൻ ഷാനവാസിനെ കൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാലേട്ട അനീഷ് ഈ പറയുന്ന രീതിയിൽ അഭിനയിക്കുകയാണ്, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടന്റെ ആ ഒരു മറുപടി, ഷാനവാസ് ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ, ഷാനവാസിനും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. ഷാനവാസിനെ ഞാൻ പിന്നെ പിടിച്ചോളാം എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ഒരു കൊട്ട്, അതോടെ ഷാനവാസിന്റെ വാ അടഞ്ഞു എന്ന് വേണം എടുത്തു പറയാൻ. കാരണം ഒന്ന് അനീഷിനെ കിട്ടിയ അവസരത്തിൽ ചൊറിയാൻ കയറി ഷാനവാസിനിട്ട് ലാലേട്ടൻ തന്നെ കൊട്ടി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.